കൈപ്പട്ടൂർ സെന്റ് ഗ്രിഗോറിയോസ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന യൂത്ത് പാർലമെന്റ് ശ്രദ്ധേയമായി. ആന്റോ ആന്റണി എം പി യൂത്ത് പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തു. വയനാടിന്റെ പ്രാണൻ രക്ഷയ്ക്ക് പണമാവശ്യപ്പെട്ട ശബ്ദം കൈപ്പട്ടൂരിലും ഉയർന്നു. കാർഷിക മേഖലയുടെയും കർഷകന്റെയും പുനരുജ്ജീവനം അതിവേഗം സാധ്യമാകണം. റോഡ്, റെയിൽവേ തുടങ്ങി നാടിന്റെ സമഗ്ര വികസനം എത്രയും വേഗത്തിലുണ്ടാകണം. കൈപ്പട്ടൂർ സെന്റ് ഗ്രിഗോറിയോസ് സീനിയർ സെക്കൻഡറി സ്കൂൾ സംഘടിപ്പിച്ച യൂത്ത് പാർലമെന്റിലാണ് നാടിന്റെ ജനങ്ങളുടെ ജീവൽപ്രധാനം ആവശ്യമുയർന്നത്. To the increasing number of farmer suicides in India, we would like to know the action taken by the government in this regards to save the science of the soil. യൂത്ത് പാർലമെന്റ് ഏറ്റവും ശ്രദ്ധേയമായി. ഇന്ത്യൻ പാർലമെന്റ് അംഗം ആന്റോ ആന്റണി തന്നെ യൂത്ത് പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, അതുപോലെ വയനാട് ദുരന്തത്തിന് ആവശ്യമായിട്ടുള്ള സഹായം ലഭിക്കാതെ പോയത്, റെയിൽവേ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, യാത്രക്കാരുടെ വിഷയങ്ങൾ, അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ ഇതിലൂടെ ഉന്നയിച്ചു. ഇന്ത്യൻ പാർലമെന്റിന്റെ ശരിയായ മിനിയേച്ചർ രൂപം തന്നെയായി കൈപ്പട്ടൂർ സ്കൂൾ ഒരുക്കിയ യൂത്ത് പാർലമെന്റ്. അധ്യാപകരും രക്ഷിതാക്കളും യൂത്ത് പാർലമെന്റിന്റെ ക്ഷണിക്കപ്പെട്ട അതിഥികളായി. 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ലിൻഡയായിരുന്നു സ്പീക്കർ. പ്രധാനമന്ത്രിയായി +2 വിദ്യാർത്ഥി ഏബൽ വിൽസൺ പാർലമെന്റിലെത്തി. +2 വിദ്യാർത്ഥി റോഹൻ സാമായിരുന്നു പ്രതിപക്ഷ നേതാവ്. ഏറ്റവും ശ്രദ്ധേയ വകുപ്പിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ധനകാര്യമന്ത്രിയായി ദിക്ഷ പാർലമെന്റിലെത്തി. പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെയാണ് പാർലമെന്റ് ചേർന്നത്. കോഴിക്കോട് നിന്നുള്ള അംഗം മാതൃഭാഷയിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്തു. തുടർന്ന് നടന്ന ചർച്ചകൾ രാഷ്ട്രഭാഷയിലും ഇംഗ്ലീഷിലുമായി. പാർലമെന്റിലെ പ്രതിപക്ഷ ഐക്യനിര അതിശക്തമായിരുന്നു. വിവാദ വിഷയങ്ങളെല്ലാം വിദ്യാർത്ഥികൾ ചർച്ചയിലേക്ക് കൊണ്ടുവന്നു. सशक्त बनाने के लिए ही सरकार ने डिजिटल इंडिया की योजना बनाई है. इसके पीछे का मुख्य लक्ष्य है कि कागजी कार्यवाही को घटाने के द्वारा भारतीय नागरिकों को सरकार की सेवा उपलब्ध कराना है. സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോർജ് പ്രസാദ് ആമുഖ സന്ദേശം നൽകി. പ്രിൻസിപ്പാൾ ജോസ് ജോർജ്, കൈപ്പട്ടൂർ സെന്റ് ഇഗ്നേഷ്യസ് മഹാ ഇടവക ട്രസ്റ്റി എബ്രഹാം എം ജോർജ്, സ്കൂൾ സൊസൈറ്റി സെക്രട്ടറി പ്രൊഫസർ ജി ജോൺ, ട്രഷറർ ടി ജി ചെറിയാൻ, PTA സെക്രട്ടറി ദർശന, ഗ്രന്ഥകരൻ കൈപ്പട്ടൂർ തങ്കച്ചൻ തുടങ്ങിയവർ യൂത്ത് പാർലമെന്റിന് ആശംസകൾ നേർന്നു. ക്ലാസ് മുറി പഠനം എന്നതിനു പുറമെ സാമൂഹിക അവബോധം, രാഷ്ട്ര പുനർനിർമ്മിതി എന്നിവയാണ് യൂത്ത് പാർലമെന്റ് ലക്ഷ്യമിട്ടതെന്ന് പ്രിൻസിപ്പൽ ജോസ് ജോർജ് പറഞ്ഞു. നമ്മുടെ പാർലമെന്റ് എന്താണെന്നും പാർലമെന്റിൽ എന്താണ് സംഭവിക്കുന്നത്, ഇന്ത്യൻ ജനാധിപത്യം എന്താണ് എന്നതിനെപ്പറ്റിയെല്ലാം കുട്ടികൾക്ക് ഒരു അവബോധം കിട്ടുന്നതിന് വേണ്ടി ഒരു പാർലമെന്റ് മിനിയേച്ചർ നമ്മളിവിടെ സംഘടിപ്പിച്ചു. പല സംസ്ഥാനങ്ങളിൽ നിന്നും MP-മാർ, മന്ത്രിമാർ, ഭരണപക്ഷവും പ്രതിപക്ഷവും, സ്പീക്കറും പ്രൈം മിനിസ്റ്ററും സെക്രട്ടറി ജനറലും എല്ലാവരും ഉണ്ടായിരുന്നു. യൂത്ത് പാർലമെന്റ് വലിയൊരു പാഠം തന്നെയായതായി വിദ്യാർത്ഥികളും അഭിപ്രായപ്പെട്ടു. ഇപ്പോൾ കറണ്ടായിട്ട് നടക്കുന്ന കുറേ അഴിമതികളെ പറ്റിയും, അതുപോലെ തന്നെ അഗ്രികൾച്ചർ, GST, ടാക്സസ്, അതുപോലെ തന്നെ റെയിൽവേ, ഇതിനെയൊക്കെ പറ്റി കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. എങ്ങനെയാണ് ഒരു പാർലമെൻറ്റിൽ പങ്കെടുക്കേണ്ടത്, സംസാരിക്കേണ്ടത് എന്നൊക്കെ കൂടുതൽ അറിയാൻ പറ്റി. എടുത്ത ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ GSTയെക്കുറിച്ച് എടുത്തു, അഗ്രികൾച്ചർ, വാട്ടറിനെ കുറിച്ച്, റെയിൽവേ, അങ്ങനെ കുറേ ടോപ്പിക്സിനെ കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. ഓപ്പോസിഷൻ പാർട്ടിയും ചെയ്തായിരുന്നു, റൂളിംഗ് പാർട്ടി എല്ലാവരും നല്ലതായിട്ട് ഓർഗനൈസ് ചെയ്തു. ഞങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അധ്യാപകരായ സ്റ്റെല്ല ചെല്ലപ്പൻ, മിനി PC എന്നിവരായിരുന്നു യൂത്ത് പാർലമെന്റിന്റെ പ്രധാന കോർഡിനേറ്റർമാർ. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.